5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇപ്പോഴത്തെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അവർ KPCC സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ദളിത് കോൺക്ലേവിൽ പങ്കെടുക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായി പത്മശ്രീ ലക്ഷ്മിക്കുട്ടിയമ്മ അവർകളും ഇത് പങ്കെടുത്തിരുന്നു. പത്മശ്രീ ലക്ഷ്മിക്കുട്ടിയമ്മ അവർ പങ്കെടുക്കുമ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, അതുപോലെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ് മന്ത്രിയുമായിട്ടുള്ള അദ്ദേഹം, കൊടിക്കുന്നിൽ സുരേഷ് MP, അങ്ങനെ നിരവധി നേതാക്കളും ആ വേദിയിലുണ്ട്. എന്നെ വളരെയധികം ആകർഷിച്ചത് നമ്മുടെ ഗവർണർ അദ്ദേഹം ലക്ഷ്മിക്കുട്ടി അമ്മയെ വല്ലാതെ വണങ്ങി തൊഴുന്ന ഒരു ചിത്രം ഇന്ന് കേരള കൗമുദി മുൻ പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്താണ് ഈ സനാതന ധർമ്മം, ഇന്ത്യൻ ആത്മീയത, ഇന്ത്യൻ സനാതന ധർമ്മം, ആത്മബോധം, ആത്മജ്ഞാനം എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു ചിത്രം മാത്രം മതി. നിങ്ങൾ നോക്കൂ, പത്മശ്രീ കിട്ടിയതാണെങ്കിലും ഒരു വനിതയോട്, അത് വനിതകളോടൊക്കെ ഒരു രണ്ടാം തരം ചിന്തിക്കുന്ന സമൂഹവും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ വനിതയോടെന്ന് പറഞ്ഞത്. അല്ല, വനിതകൾ കുറഞ്ഞവരായതുകൊണ്ടല്ല. പലപ്പോഴും അവരെ രണ്ടാം നിരക്കാരായിട്ടൊക്കെയാണ് നാം പലരും കാണുന്നത്. ഒരു വനിതയെ കാണുമ്പോൾ ചിലപ്പോൾ ഒന്ന് തൊഴുമായിരിക്കും. അതിനപ്പുറം ആ ലക്ഷ്മിക്കുട്ടി അമ്മ അവർകളെക്കാൾ ശരീരം ബെൻഡ് ചെയ്തുകൊണ്ട് കുനിഞ്ഞ് വന്ദിക്കുന്ന, പ്രണമിക്കുന്ന ഗവർണറെ നാം കാണുന്നുണ്ട്. ഇവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റായാൽ പിന്നെ നമ്മളിങ്ങനെ ചെയ്യുമോ? ഏത് പാർട്ടി ആയിക്കോട്ടെ, കേരളത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പറായാൽ ചെയ്യുമോ? ഒരു സാധാരണ രാഷ്ട്രീയക്കാരനായാൽ ചെയ്യുമോ? മാധ്യമ പ്രവർത്തകരാരെല്ലാം ചെയ്യുമോ? ആരും ചെയ്യില്ല. അത് ഇന്ത്യൻ ധർമ്മത്തെയും നീതിയെയും കുറിച്ചുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ കാഴ്ചപ്പാടുകളെയും സംസ്കാരത്തെയും കുറിച്ചുള്ള ഒരു അറിവില്ലായ്മ എന്ന് പറയേണ്ടി വരും. നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ തൊഴും. ക്ഷേത്രത്തിൽ പോകുമ്പോഴും തൊഴാറുണ്ട്, ദേവത സമ്പ്രദായത്തിൽ അവിടെ പോകുമ്പോൾ തൊഴാറുണ്ട്. അല്ലാതെയും ആളുകളെ കണ്ടാൽ നമ്മൾ തൊഴും. അതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. അപ്പോൾ സനാതന ധർമ്മം കൊണ്ടുള്ള ഗുണം എന്ത്? ആരാണ് സനാതനി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗവർണറുടെ ആ തൊഴലുണ്ടല്ലോ, ഒരമ്മയെ കാണുമ്പോൾ ആ തൊഴുതത് കേവലം ശ്രീമതി ലക്ഷ്മിക്കുട്ടിയമ്മ അവർകളെ മാത്രമല്ല, അവരുടെ പത്മശ്രീയെയും കൂടിയാണ്. രാജ്യം പത്മശ്രീ കൊടുത്ത് ആദരിച്ച ഒരു വ്യക്തിത്വത്തെ കണ്ടപ്പോൾ അവരുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ലിംഗമോ ഒന്നും നോക്കാതെ അവരെ കൈകൂപ്പുന്നത്, അതും കുനിഞ്ഞു നിന്ന് കൈകൂപ്പുന്നത് മറ്റൊരു സംസ്കാരമാണ്. ഇന്നത്തെ തലമുറ കണ്ടുപഠിക്കേണ്ട സംസ്കാരമാണ്. പാദം തൊട്ട് നമസ്കരിക്കുന്നത് അപരാധമാണെന്ന് പറയുന്നവരുണ്ട് ഇവിടെ. പക്ഷെ സന്യാസിമാർ പോലും, അതിനേക്കാൾ ഉയർന്ന സന്യാസിമാരെ കണ്ടാൽ, മഠാധിപതികളെ കണ്ടാൽ പാദം തൊട്ട് വന്ദിക്കാറുണ്ട്. അപ്പോൾ പാദം തൊട്ട് വന്ദിക്കുന്നതാകട്ടെ, നമസ്കരിക്കുന്നതാകട്ടെ, തൊഴുന്നതാകട്ടെ, ഇതെല്ലാം അവനവൻ്റെ വിനയത്തെയും അവനവൻ്റെ സംസ്കാരത്തെയും അവനവൻ്റെ കാഴ്ചപ്പാടിനെയും ഉയർത്തുന്നതാണ്. നാം എത്ര ഉയരങ്ങളിൽ ചെന്നാലും, അത് ഗവർണറിൻ്റെ പദവി വരെ എത്തിയാലും, എന്നിലെ ഞാൻ മരിച്ചു പോകരുത്. എന്നിലെ ഞാനെന്ന് പറയുന്നത് വളരെ കൃത്യമായ സെൽഫ് എസ്റ്റീമിൻ്റെയും സ്വയം മതിപ്പിൻ്റെയും വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കരുണയുടെയും ഒക്കെ വലിയ ഭാവമായിരിക്കണം. എല്ലാ ഫലവൃക്ഷങ്ങളിലും ഫലങ്ങളുണ്ടാകുന്നത് താഴേക്ക് തന്നെയാണ്. താഴേക്ക് ഫലവൃക്ഷങ്ങൾ വരുന്നതനുസരിച്ച് താഴേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതൽ എടുക്കാനും കഴിയും. ആ നിലയിൽ ഔന്നത്യങ്ങളിലേക്ക് പോകുമ്പോൾ വിനയം കൂടുന്നതാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നതാണ് ഭാരതത്തിലെ സനാതന ധർമ്മം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആ തരത്തിൽ ചിന്തിക്കുവാൻ നമുക്ക് എളുപ്പമാണ്. പ്രവർത്തിക്കാൻ ചിലപ്പോൾ പല ആളുകൾക്കും ബുദ്ധിമുട്ട് വരും. പക്ഷെ അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് നാം തികച്ചും ഭാരതീയനാകുന്നത്. മറ്റൊരാളെ കാണുമ്പോൾ അവരെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ, ക്ഷേമമന്വേഷിക്കാൻ, അവരെ തൊഴാൻ, അവരെ പ്രണമിക്കാൻ കാണിക്കുന്നൊരു മനസ്സുണ്ടല്ലോ, അത് വളരെ വലിയ മനസ്സാണ്, വലിയ ചിന്തയാണ്, അവിടെ വലിയ കാഴ്ചപ്പാടാണ്, വലിയൊരു സംസ്കാരത്തിൻ്റെ ഉടമയാണ്. അതുകൊണ്ടാണല്ലോ സ്വാമി വിവേകാനന്ദൻ യാതൊരു പരിചയമില്ലാത്ത വെള്ളക്കാരെയും സായിപ്പന്മാരെയും മദാമ്മമാരെയും എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന് വിളിക്കുന്നത്.
അങ്ങനെ വിളിച്ചപ്പോൾ ഒറ്റ വിളി കൊണ്ട് ലോകത്തെ ഭാരതത്തിൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവയ്ക്കുവാൻ സ്വാമിജിക്ക് കഴിഞ്ഞത്. ഇത്ര മനോഹരമാണ് ഈ കാഴ്ചപ്പാടുകൾ. അപ്പോൾ ഇത്രയും മനോഹരമായ കാഴ്ചപ്പാടുള്ള മണ്ണിൽ പിറന്നത് ഭാഗ്യമായി കരുതുക. അവിടെ എപ്പോഴെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ പേരിൽ എന്തെങ്കിലും സംഘർഷമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാലം കഴിഞ്ഞില്ലേ? ഇനിയും പഴയതിൽ അഭിരമിച്ച് പഴയ കുറ്റങ്ങളെല്ലാം പറഞ്ഞ് ജീവിക്കാതെ ഈ നന്മയുടെ വിത്ത് കാണുക. ഈ സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഞാനീ പറഞ്ഞ വിനയത്തിൻ്റെ പൊൻ ഇടങ്ങളാണ് ഭാരതം. അത് കാണുക, പ്രചരിപ്പിക്കുക എന്നുള്ളത് വളരെ ഗൗരവമായ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ തലമുറയിലെ കുട്ടികൾ, പുതിയ തലമുറയിലെ കുട്ടികൾ നന്നായി ഇതൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും മറ്റൊരാളിനെ കാണുമ്പോൾ, അത് മാതാപിതാക്കളെ ആകട്ടെ, തന്നേക്കാൾ പ്രായമുള്ളവരാകട്ടെ, ഗുരുക്കന്മാരാകട്ടെ, അധ്യാപകരാകട്ടെ, സമൂഹത്തിലെ മറ്റുയർന്ന ആരെയും ആവട്ടെ, തന്നേക്കാൾ പ്രായമുള്ള ആരെ കണ്ടാലും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, പ്രണമിക്കുന്ന പുതിയ തലമുറ ഉണ്ടായി വരണം. അത്ര വളരെ സിംബോളിക്കായിട്ടുള്ള ഒരു ചിത്രമാണ് രാവിലെ കാണാനിടയായത്. എല്ലാ ആദരവും ഗവർണർ ഇതിലൂടെ നേടുകയാണ്. സമൂഹത്തിൻ്റെ ഒരു വനിതയെ, പത്മശ്രീ ലഭിച്ച വനിതയെ ബഹുമാനിക്കുന്നതിലൂടെ കൂടുതൽ ബഹുമാനിതനാകുന്നത് നമ്മുടെ ഗവർണർ തന്നെയാണ്.